ഈ 2 ഇലകളും കളയാം. എന്നിട്ട് ഇതേ ഇവിടെ ഒറ്റ കട്ട്. ഹായ് കൂട്ടുകാരെ, ദിരിഷ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ മുന്തിരിനെ ഫുള്ള് മൊട്ടടിക്കാം. അങ്ങനെ മൊട്ട അടിച്ചാലാണ് മുന്തിരി ചെടിയുമ മുന്തിരി ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ 2 മുന്തിരി ചെടിയായിട്ടുള്ളത്. ഇതേ ഈ ചെടി കണ്ടോ മുന്തിരി നിൽക്കുന്നത്. എന്നാൽ മൊട്ട അടിച്ചാലേ നിറയെ മുന്തിരി ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ മുന്തിരി ഇന്ന് പ്രൂൺ ചെയ്യാം. ഞങ്ങളുടെ വീട്ടിൽ 2 മുന്തിരി പന്തലാണുള്ളത്. ഒന്ന് ഈ കാണുന്ന വലിയ പന്തല്. നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കരുത്തുള്ള വള്ളിയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ല 2 വർഷം കൊണ്ട് തന്നെ നല്ല വണ്ണം വെച്ച് നല്ല വള്ളിയായിട്ട് വളർന്നിട്ടുണ്ട്. വേനൽക്കാലത്ത് മഴ മാറിയാൽ മുന്തിരി പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് മുന്തിരിയിൽ പുതിയ തളിർപ്പുകളും അതിൽ പൂക്കൊലകളും അതുപോലെ തന്നെ കായകൾ ഉണ്ടാകുന്നത്. നമ്മൾ 2ാമത്തെ മുന്തിരി വീടിൻ്റെ മുമ്പിലാണുള്ളത്. അത് നമ്മൾ 2 ദിവസം മുമ്പ് പ്രൂൺ ചെയ്ത് കൊടുത്തു. അതിന് വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. കണ്ടില്ലേ, ഇതിന് മുകളിലത്തെ മുഴുവൻ ഇലകളും അതിൻ്റെ ചെറിയ വള്ളികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ആ മുന്തിരിയും അവിടെ നിന്ന് വന്നിട്ട് നേരെ ഈ വലിയ പന്തലിലേക്ക് കയറിയിട്ടുണ്ട്. അതിനെ ഇതിലേക്ക് കൂടി കടത്തി വിട്ടിട്ടുണ്ട്. ഈ മുന്തിരി നമ്മൾ വീടിൻ്റെ പടിഞ്ഞാറ് സൈഡിലാണ് നട്ടിട്ടുള്ളത്. അവിടെ നിന്നും നമ്മൾ വീടിൻ്റെ മുമ്പിലൂടെ ഒരു പൈപ്പ് അടിച്ചിട്ട് അതിൽ വല കെട്ടി അതിലൂടെയാണ് കയറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ മുന്തിരിക്കുലകൾ തൂങ്ങിക്കിടക്കുന്നത് ഒരു നല്ല ഭംഗിയാണല്ലോ കാണാൻ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഫ്രണ്ടിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ പുതിയ പൊടിപ്പുകളൊക്കെ വന്നു തുടങ്ങി. ആ പൊടിപ്പുകളിലൊക്കെ ഇപ്പോൾ പൂക്കളാവും. വളരെ പെട്ടെന്ന് തന്നെ പൊടിപ്പ് വരും. അതിലൊരാഴ്ച കൊണ്ട് തന്നെ പുതിയ പൂമുട്ടകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ചെറിയ മുട്ടകളുണ്ട്, എനിക്ക് വീഡിയോയിൽ കാണാത്തത് കൊണ്ടാണ്. വീടിൻ്റെ ഫ്രണ്ട് വശം മുഴുവനായിട്ട് നീളത്തിലും ഈ മുന്തിരിപ്പന്തലുണ്ട് കേട്ടോ. നമ്മൾ വീടിനേക്കാൾ കുറച്ച് ഹൈറ്റിൽ ഉയർത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, തല തട്ടാതിരിക്കാൻ. വീട് അല്പം ഉയരം കുറവാണുള്ളത്. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ വന്നിട്ട് ആ വലിയ പന്തലിലേക്ക് വള്ളികൾ കടന്നു പോയിട്ടുണ്ട്. പ്രൂൺ ചെയ്യുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് നന്നായി വളം ചെയ്യണം കേട്ടോ. നമ്മൾ വളം ചെയ്ത് പൊതയിട്ടൊക്കെയാണ്. നോക്കിയാൽ കാണാം, ചെറിയ ചെറിയ വേരുകൾ നിറയെ മുകളിലേക്ക് വന്നിട്ടുള്ളത്. നിർബന്ധമായിട്ടും മുന്തിരി പ്രൂൺ ചെയ്യുന്നതിന് മുമ്പ് മുന്തിരിക്ക് വളം ചെയ്തിരിക്കണം. എങ്കിലേ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തളിർപ്പുകൾ വരികയും അതിൽ നിറയെ മുന്തിരിക്കുലകൾ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. വീടിൻ്റെ മുമ്പിലുള്ള പന്തൽ നമ്മളത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. ഒരടി കൂടി ഉയർത്തിയിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ മുറ്റത്തെ പന്തൽ അത് ഫിക്സഡ് അല്ല, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എടുത്തു മാറ്റാൻ സാധിക്കും. അത് നമ്മൾ എല്ലാ ഭാഗങ്ങളും അതിൻ്റെ ഊരാൻ പറ്റുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എങ്ങോട്ടെങ്കിലും നീക്കി വയ്ക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിവശം നമ്മളൊരു ഡ്രമ്മിനകത്ത് കോൺക്രീറ്റ് നിറച്ചിട്ടൊരു പൈപ്പിൽ ഉറപ്പിച്ച് നിർത്തിക്കുകയാണ്. മുകളിലും അതേ പൈപ്പിൻ്റെ തന്നെ ഒരു പീസ് വെൽഡ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് പൈപ്പ് ജസ്റ്റ് കടത്തി വെച്ചിട്ടാണ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ മുകളിലെ എല്ലാ ഭാഗങ്ങളും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഊരിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പന്തലുണ്ടാക്കിയിട്ടുള്ളത്. കാരണം മുന്തിരിക്ക് നല്ല വെയിൽ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തുള്ള മരങ്ങളൊക്കെ വലുതാകുമ്പോൾ നമുക്കത് നീക്കി വയ്ക്കണമെങ്കിൽ സാധിക്കാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓരോ പീസുകളും നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണത് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. മൊത്തമായിട്ടും ഉയർത്താൻ സാധിക്കും. ഒരു 4 ആളുണ്ടെങ്കിൽ 4 തൂണിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ പാർട്സുകളാക്കിയിട്ടും ഊരിയെടുക്കാൻ സാധിക്കും. ശരിക്കും ഇത്രയും വലിയ പന്തലിൽ ഒരു 6 7 തൈകൾ നടാം. ഞാനത് വേറെ വെറൈറ്റിക്ക് നടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തന്നെ കമ്പ് നടാത്തത്. ഇതാണ് കേട്ടോ നമ്മൾ മുന്തിരിക്ക് കൊടുത്തിട്ടുള്ള വളം. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ നമ്മുടെ ബയോഗ്യാസിൽ നിന്ന് വരുന്ന സ്ലറി ഒഴിച്ച് കൊടുക്കാറുണ്ട്. അതൊരു 20 ലിറ്ററിൻ്റെ ബക്കറ്റിനകത്തേക്ക് 1 കപ്പ് സ്ലറി ഒഴിച്ച് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് പ്രൂൺ ചെയ്യാം. മുന്തിരി പ്രൂൺ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഈ സൈഡിലേക്ക് വരുന്ന ശീകരങ്ങളിൽ 1 2 കമ്പ് നിർത്തിയിട്ട് നമ്മൾ ബാക്കി മുറിച്ച് കളയാണ് ചെയ്യുന്നത്. സാധാരണ പറയുക ഒരു പെൻസിൽ വണ്ണമുള്ള വള്ളികൾ മാത്രം നിർത്തി ബാക്കി മുഴുവൻ മുറിച്ച് കളയുമെന്നാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രൂൺ ചെയ്തപ്പോൾ അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്തിരുന്നു. പക്ഷേ ഒരെണ്ണത്തിൽ നമ്മൾ അങ്ങനെ അല്ലാതെ കുറേ ചെറിയ വള്ളികൾ നിർത്തിയിരുന്നു. പക്ഷേ ആ ചെറിയ വള്ളികളിലെ ആ പൊടിപ്പിലൊക്കെ അന്ന് മുന്തിരി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ എല്ലാ ചെറിയ കമ്പുകളും മുറിച്ച് കളയുന്നില്ല. ഒരു ഏകദേശം നമുക്ക് പൊടിച്ചു വരാൻ സാധ്യതയുണ്ട് തോന്നുന്ന സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ മുറിക്കുന്നത്.
ഈ കമ്പിൻ്റെ ഈ സൈഡിൽ കഴിഞ്ഞ വർഷം കായ ഉണ്ടായതാണ്. അപ്പോൾ നമ്മൾ ആ കായ ഉണ്ടായതിൻ്റെ തൊട്ട് മുകളിൽ കമ്പ് വെച്ചിട്ട് നമ്മൾ മുറിക്കണം. ഇത്രയും നീളം കൂടി വള്ളിയാണ്, ഇത് കണ്ടില്ലേ, ഇത്രയും ദൂരം അത് പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കത് മുറിച്ച് കളയണം. അതുപോലെ ഇവിടെ കണ്ടില്ലേ, ഈ സൈഡ് ശിഖരങ്ങളുടെ ഒരു 1-2 കമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ ആ കമ്പിൽ നിന്നും പുതിയ പൊടിപ്പ് വരും. അവിടെയാണ് മുന്തിരി ഉണ്ടാകുന്നത്. ഇത് കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കട്ട് ചെയ്തതിൻ്റെയൊക്കെ പൊടിപ്പ് വരുന്നത് കണ്ടില്ലേ. നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കട്ട് ചെയ്തതാണ്. അതിലൊക്കെ കണ്ടില്ലേ, ആ കട്ട് ചെയ്ത് കളഞ്ഞിടത്തൊക്കെ പുതിയ പൊടിപ്പുകൾ വന്നു തുടങ്ങി. ശരിക്കും കുറച്ചും കൂടി ചെറുതാക്കി കട്ട് ചെയ്താൽ കുറേ കൂടുതൽ പൊടിപ്പ് വരും. പക്ഷെ നമുക്ക് നമ്മുടെ വള്ളി കൂടുതൽ നീളത്തിൽ കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് നമ്മൾ അത്രയും ചെറുതാക്കി കട്ട് ചെയ്യുന്നില്ല. നമ്മളതിൻ്റെയൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ശിഖരങ്ങൾ മാത്രം നിർത്തിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് കുറേ മുന്തിരി ഉണ്ടായിട്ട് നമുക്ക് വിൽക്കാനില്ലല്ലോ. നമുക്ക് വീട്ടിലേക്ക് കുറച്ച് വേണം, കാണാൻ അഴകുണ്ടാവണം, നമ്മുടെ പന്തൽ നിറയെ വള്ളി ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ പെൻസിൽ വേണം നോക്കിയിട്ടൊന്നുമല്ല കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഏകദേശം നമുക്ക് പൊടിച്ച് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതൊക്കെ നിർത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും, എല്ലാ ഇലകളും കട്ട് ചെയ്ത് കളയും. ഇതിൻ്റെ ഇടയിലൊക്കെ മുന്തിരി നിൽക്കുന്നുണ്ട്, ചെറിയ കൊലകളായിട്ട് നിൽക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഈ മഴ പോയപ്പോൾ പുതിയ തളിർപ്പുകൾ വന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള മുന്തിരികളാണ്. അത് കിളികൾ കാണാത്തതാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്, ബാക്കിയുള്ളൊക്കെ കിളികൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ഇതേപോലെ 2 കമ്പിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നീളമുള്ള വള്ളികൾ കാണുമ്പോൾ അയ്യോ നമ്മുടെ മുന്തിരി മുഴുവൻ കട്ട് ചെയ്ത് പോകണേ എന്നുള്ള വിഷമം വേണ്ട. അങ്ങനെ കട്ട് ചെയ്താലാണ് മുന്തിരിയിൽ മുന്തിരി ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമ്മളെ മുന്തിരിയെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടോ, മുഴുവൻ ഇലകളും ചെറിയ തണ്ടുകളൊക്കെ മുറിച്ച് കളഞ്ഞു. ഇപ്പോൾ മുന്തിരി പന്തൽ കാലിയായി. പൊന്നുസ് നേരത്തെ പറഞ്ഞ പോലെ മുട്ടയടിച്ച് മുന്തിരീനെ. ഇങ്ങനെ ചെയ്താൽ മുന്തിരിയിൽ മുന്തിരി ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ 1-2 കുലകളൊക്കെ ഉണ്ടാവും. നിറയെ മുന്തിരി ഉണ്ടാവണമെങ്കിൽ മുന്തിരിയെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് വിടണം. കണ്ടില്ലേ, നമ്മൾ മുഴുവനായിട്ട് എല്ലാ ഇലകളും നീക്കി, കമ്പുകളൊക്കെ മുറിച്ച് നീക്കി, ചെറിയ കമ്പുകളൊക്കെ. നമ്മൾ നേരത്തെ ചെയ്തതിൽ ഈ വരുന്ന പൊടിപ്പുകളിലൊക്കെ പൂക്കളുണ്ട് കേട്ടോ, ചെറിയ പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നോക്കിയാൽ കാണാം, പൊട്ടുപോലെ അതായി വരുന്നേ ഉള്ളൂ. ഒരാഴ്ച കഴിയുമ്പോഴേക്കും വലുതായി വരും. പൂക്കൾ വരുമ്പോൾ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.